നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷൻ്റെ മുമ്പിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഞാൻ മുതലമട സ്റ്റേഷനിലേക്കാണ് ഇന്ന് പോകുന്നത് കേട്ടോ. ഇപ്പോൾ സമയം 5:45. അപ്പോൾ നമുക്കുള്ള ട്രെയിന് 6:10 കേട്ടോ. പാലക്കാട് നിന്ന് എല്ലാ ദിവസവും രാവിലെ 6:10 പുറപ്പെടുന്ന പാലക്കാട് തിരുച്ചെന്തൂർ പാസഞ്ചറിനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം ഞാനിതാ ജസ്റ്റ് ഇറങ്ങിയുള്ളൂ. ഇപ്പോൾ സമയം 5:45. സ്റ്റേഷൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാം. അപ്പോൾ നമ്മൾ പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗൊക്കെ ഉണ്ട്. അവിടെ പാലക്കാട് ജംഗ്ഷൻ എന്നും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മലയാളത്തിലും ഹിന്ദിയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണുള്ളത്. അപ്പോൾ ഈയൊരു സ്റ്റേഷൻ വരുന്നത് ഒലവക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നേരെ നമ്മൾ അകത്തേക്ക് കയറിയിട്ട് ടിക്കറ്റ് എടുക്കണം. ഇവിടെ ഇപ്പോൾ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ പാലക്കാട് നിന്ന് നിലമ്പൂർ റോഡേക്ക് ഒരു പാസഞ്ചർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്തെ കാഴ്ചകളാണ് വരുന്നത്. ഇനി നമ്മൾ നേരെ ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് കയറാണ്. അപ്പോൾ നമ്മൾ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇത് അവിടെ ഓൾറെഡി ലോക്കൊക്കെ സെറ്റായിരിക്കുകയാണ്. അറക്കോണം ഷെഡിൻ്റെ WP4 ആണ് നമ്മളെ മുതലമട വരെ നയിക്കുന്നത് കേട്ടോ. ഇത് പാലക്കാട് നിന്ന് തിരുച്ചെന്തൂർ വരെ പോകുന്ന ഡെയിലി സർവീസുള്ളൊരു എക്സ്പ്രസ് ആണ് കേട്ടോ. Passengers, Palakkad Junction Tiruchendur Express is on Palakkad Junction, platform number 1. അപ്പോൾ എന്തായാലും നമ്മളിനി നേരെ കോച്ചിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇത് 2ാമത്തെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മളങ്ങനെ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് മുതലമട വരെ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് 30 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ട്രെയിനിൽ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് പാലക്കാട് ജംഗ്ഷൻ, പാലക്കാട് ടൗൺ, പിന്നെ കൊല്ലങ്കോട്, പുതുനഗരം, അത് കഴിഞ്ഞിട്ടാണ് മുതലമട സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 5:50 ആയിട്ടുണ്ട്. അപ്പം 2 തവണ ഞാൻ ആ റൂട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ മുതലമട സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് പാസ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. അപ്പം ആദ്യമായിട്ടാണ് മുതലമട സ്റ്റേഷനിൽ ഇറങ്ങാൻ പോകുന്നത്. ഫുള്ളി എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ സമയം 5:50 6:10 നമ്മുടെ വണ്ടി പുറപ്പെടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 20 മിനിറ്റ് കൂടിയിട്ട് അങ്ങനെ നമ്മൾ പാലക്കാട് ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഷാർപ്പ് 6:10 തന്നെ നമ്മളെ വണ്ടി പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തത് നമ്മുടെ വണ്ടിയുടെ സ്റ്റോപ്പ് വരുന്നത് പാലക്കാട് ടൗൺ ആണ് കേട്ടോ. പാലക്കാട് ജംഗ്ഷൻ.
അവിടെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു വണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ. ഹട്ടിയ എറണാകുളം സൂപ്പർ ഫാസ്റ്റ്. ഇത് പാലക്കാട് ജംഗ്ഷൻ വരാനുള്ള കാരണം ഇവിടുന്ന് പാലക്കാട് ടൗൺ, പൊള്ളാച്ചി, പഴനി ഭാഗത്തേക്ക് ഒരു റൂട്ട് പോകുന്നുണ്ട്. അതാണ് പാലക്കാട് ജംഗ്ഷൻ ആയത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ട്രാക്കാണ് നമ്മൾ നേരെ ഒറ്റപ്പാലം, ഷൊർണൂർ, തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ആ ഒരു റൂട്ട്. നമ്മളിവിടുന്ന് ലെഫ്റ്റ് ഭാഗത്തേക്ക് ടേൺ ചെയ്ത് പോവുകയാണ്. അതാണ് ഒറ്റപ്പാലം, ഷൊർണൂർ, തൃശ്ശൂർ, കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നൊരു ട്രാക്ക് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പോകുന്ന വണ്ടി ഡെയിലി സർവീസ് ഉള്ളൊരു എക്സ്പ്രസ് ആണ് കേട്ടോ. 9 പാസഞ്ചർ ആയിരുന്നു, പിന്നെ കോവിഡ് ടൈമിൽ എക്സ്പ്രസ്സായി. എല്ലാ ദിവസവും രാവിലെ 6:10 പാലക്കാട് ജംഗ്ഷനിൽ എടുത്തു കഴിഞ്ഞ് വൈകിട്ട് ഒരു 3 മണി റേഞ്ചിലാണ് ഇത് തിരുച്ചെന്തൂർ എത്തുക കേട്ടോ. നമ്മുടെ കേരളത്തിൽ നിന്ന് തിരുച്ചെന്തൂർ പോകാൻ പറ്റിയൊരു അടിപൊളി വണ്ടിയാണ്. നേരമൊക്കെ വെളുത്തു വരുന്നുള്ളൂ കേട്ടോ. പാലക്കാടൻ ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോവാണ്. കൃഷിപ്പാടങ്ങളാണ്. ഇതൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ നെൽപ്പാടങ്ങളാണ് കേട്ടോ.
അങ്ങനെ കൊല്ലങ്കോട് നിന്ന് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്തതാണ് നമുക്ക് ഇറങ്ങാനുള്ള ഡെസ്റ്റിനേഷൻ മുതലമട, കൊല്ലങ്കോട്. പാലക്കാടിൽ ഏറ്റവും ബ്യൂട്ടി ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ കൊല്ലങ്കോട് തന്നെയാണ് കേട്ടോ. ഞാൻ കൊല്ലങ്കോടേക്കൊക്കെ ഇന്ന് വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ വഴിയെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പാലക്കാട് നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒന്ന് മുതലമടയും അതുപോലെ തന്നെ കൊല്ലങ്കോടാണ് ഓർമ്മ വരിക. കാരണം ഇതൊക്കെ നല്ല ബ്യൂട്ടി സ്ഥലങ്ങളാണ്. നമ്മുടെ വണ്ടി ഇപ്പോൾ ഒരു 12 മിനിറ്റ് ഡിലേ ആണ്. ഇപ്പോൾ സമയം 6:50 7 മണിയാണ് മുതലമട കാണിക്കുന്ന ടൈം. അങ്ങനെ നമ്മളിതാ മുതലമട സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഭാഗത്താണ് പ്ലാറ്റ്ഫോം വരുന്നത് കേട്ടോ. മുതലമട. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇതാ മുതലമടയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. തിരുച്ചെന്തൂരിനെ ലക്ഷ്യമാക്കി നമ്മുടെ വണ്ടി ഇതാ പുറപ്പെട്ടിരിക്കുകയാണ്.
കണ്ടില്ലേ, മുതലമട എന്നുള്ള നെയിം ബോർഡൊക്കെ ഇതിൽ മലയാളം, തമിഴ്, ഹിന്ദി അതുപോലെ തന്നെ ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു രസമല്ലേ ഇതിലെ ട്രെയിൻ അങ്ങ് ദൂരെ നിന്ന് പാസ് ചെയ്ത് പോകുന്നതും അതുപോലെ തന്നെ അവിടെ നിന്ന് വരുന്നതൊക്കെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മുതലമട സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഒരു ഡ്രീം ഒരു പ്ലേസ് തന്നെയായിരുന്നു ഈ ഒരു മുതലമട എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. കൊല്ലങ്കോട് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പാണ് ഈ ഒരു മുതലമട എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിയസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേഷനും കൂടിയാണ്. അതുപോലെ തന്നെ ഈ മുതലമട എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മളെ ദിലീപിൻ്റെ വെട്ടം എന്ന് പറയുന്നൊരു അതിമനോഹരമായൊരു കോമഡി ഫിലിം തന്നെയാണ്. അപ്പം ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഇനി സ്റ്റേഷൻ്റെ കാഴ്ചയിലേക്ക് പോകാം. ഇവിടെ മുതലമട എന്നുള്ളൊരു നെയിം ബോർഡുണ്ട്. ഈ ഒരു സ്റ്റേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ 3 പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. 3 പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ 3 ട്രാക്കും ഉണ്ട്. ഇത് 1ാമത്തെ പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു സ്റ്റേഷന് ഭംഗി കൂട്ടുന്നത് ഇവിടെ കാണുന്ന മരങ്ങൾ തന്നെയാണ്. ഇത് 1ാമത്തെ പ്ലാറ്റ്ഫോമാണ്. മെയിൻ എൻട്രൻസ് ഒക്കെ വരുന്നത് ഇവിടെയാണ് കേട്ടോ. ടിക്കറ്റ് കൗണ്ടർ അതൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ കിടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം മുതലമട സ്റ്റോപ്പുള്ള ട്രെയിനൊന്നുമില്ല. ഇനി മുതലമടയിൽ സ്റ്റോപ്പുള്ളൊരു ട്രെയിൻ വേണമെങ്കിൽ ഇപ്പം നമ്മൾ പോയ തിരുച്ചെന്തൂർ എക്സ്പ്രസ് റിട്ടേൺ അവിടുന്ന് വരണം. മുതലമടയിൽ സ്റ്റോപ്പുള്ളൊരു ട്രെയിൻ ആകെ പാലക്കാട് തിരുച്ചെന്തൂർ എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളിത് 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത്. സ്റ്റേഷൻ്റെ ഒരു മെയിൻ ഭാഗങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ് കേട്ടോ. അവിടെ കുറച്ച് പട്ടിക്കുട്ടന്മാരുണ്ട്. ഈ സ്റ്റേഷനെ പറ്റി പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ ദിലീപേട്ടൻ അഭിനയിച്ച വെട്ടം എന്നുള്ള സിനിമയാണ്. അതുപോലെ തന്നെ ഈ മരങ്ങളും നമ്മുടെ മനസ്സിൽ വരും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു റൂട്ട് ഇലക്ട്രിഫിക്കേഷൻ ആക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ മരങ്ങൾ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇലക്ട്രിഫിക്കേഷൻ വർക്കൊക്കെ നടത്തിയിട്ടുള്ളത്. കണ്ടില്ലേ എത്ര വർഷം പഴക്കമുള്ള മരങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റേഷനിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ യാത്രക്കാർ ആരും തന്നെ ഇല്ല. കാരണം ഈ ഒരു റൂട്ടിൽ ഇനി കാര്യമായിട്ടുള്ള ട്രെയിനോ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ സ്റ്റോപ്പുള്ളതായിട്ട്. കണ്ടില്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു സ്റ്റേഷൻ കവർ ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ ക്യാമറ കൊണ്ടുവരാൻ പാടില്ല. ജസ്റ്റ് ഇപ്പം എന്നോട് റെയിൽവേലത്തെ ഒരു സ്റ്റാഫ് ചോദിച്ചു ഇത് മൊബൈലാണോ അതോ ക്യാമറയാണോ എന്നുള്ളത്. അപ്പം നമ്മൾ ക്യാമറ ഒക്കെ കൊണ്ടുവരുമ്പോൾ സ്പെഷ്യലായിട്ട് പെർമിഷനൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റേഷൻ ഇങ്ങനെ നടന്ന് കാണുകയാണ്.
ഈ ഒരു മരങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സ്റ്റേഷന് ഭംഗി കൂട്ടുന്നത് കേട്ടോ. ഒരുപാട് സിനിമകൾ ഈ ഒരു സ്റ്റേഷനിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണെന്ന് തോന്നുന്നു കേട്ടോ. കതിന പൊട്ടുന്ന സൗണ്ടൊക്കെ നമുക്കിവിടുന്ന് കേൾക്കാം. ഇപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ഈ ഒരു സ്റ്റേഷനിലോട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദിലീപേട്ടൻ്റെ വെട്ടം. ദിലീപേട്ടൻ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഇതേപോലത്തെ ഒരു മരത്തിൻ്റെ വള്ളിയിൽ പിടിച്ച് ആളിറങ്ങാണ്ട് എന്നൊക്കെ പറഞ്ഞ ആ സീനൊക്കെ ഉണ്ടല്ലോ. എപ്പോൾ കണ്ടാലും നമ്മൾ ചിരിക്കില്ലേ? അതാണ് നമുക്ക് ആദ്യമായി ഈ ഒരു സ്റ്റേഷനെ പറ്റി പറയുമ്പോൾ ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു മയിൽക്കുറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. പാലക്കാട് നിന്ന് 27 കിലോമീറ്ററാണ് ഈ ഒരു സ്ഥലത്തേക്കുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മമ്മൂട്ടി ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പിറന്ന മേഘം, അതുപോലെ തന്നെ നമ്മുടെ പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയ ഹൃദയം, പിന്നെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം, അങ്ങനെ ഏകദേശം 5 സിനിമകൾ ഈ ഒരു സ്റ്റേഷനിൽ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ രസം ഈ ഒരു സ്റ്റേഷൻ ഇങ്ങനെ കാണാനായിട്ട്. നല്ല കാം ആൻഡ് ക്വയറ്റ് സ്റ്റേഷനാണ്. ഇനിയിപ്പോൾ ഇതിലെ ഒരു വണ്ടിയുള്ളത് നമ്മുടെ MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് പാലക്കാടേക്ക് പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റാണ്. അതിനിവിടെ സ്റ്റോപ്പില്ല, അതിവിടെ ഇതിലെ സ്കിപ്പ് ചെയ്ത് പോകും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വാക്ക് വേ ഒക്കെ ഉണ്ട് കേട്ടോ. ബ്രിഡ്ജൊക്കെ കൊടുത്തിട്ടുണ്ട്. മുതലമട എന്ന് പറയുന്നൊരു ചെറിയൊരു നെയിം ബോർഡ് കൊടുത്തിട്ടുണ്ട്. അത് 4 ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. എത്ര ഷൂട്ട് ചെയ്താലും മതിയാവില്ല കേട്ടോ. കണ്ടില്ലേ? ആ വെട്ടം സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇത് മീറ്റർ ഗേജ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് ബ്രോഡ് ഗേജ് ആയിട്ടുണ്ട്. ആ മരങ്ങൾ അങ്ങനെ തന്നെ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ ഇലക്ട്രിഫിക്കേഷൻ വർക്കൊക്കെ ഇവർ ചെയ്തത്. ഇനിയിപ്പോൾ നമ്മളിതാ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലെ ഒരു എക്സ്പ്രസ് ട്രെയിൻ വരണമെങ്കിൽ, അതായത് ഇവിടെ സ്റ്റോപ്പില്ലാണ്ട് സ്കിപ്പ് ചെയ്യുന്ന പോകുന്ന വണ്ടി ഇനി 8:20 ഉള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ ഈ ബ്രിഡ്ജ് കയറി നേരെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണേ. അപ്പോൾ ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച ഇങ്ങനെയാണ്. തെങ്ങും തോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ വന്ന ഒരു ഭാഗത്തെ കാഴ്ച ഇങ്ങനെയാണ്. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉള്ളത് കാണാം കേട്ടോ. ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് അമ്പലമാണ്. നമ്മൾ വന്ന ഒരു വഴിയാണ്. അതുപോലെ തന്നെ ഈ ഒരു
ഭാഗത്തുനിന്ന് കാണുന്ന കാഴ്ച ഇതിങ്ങനെയാണ്. ആ മരങ്ങളും എന്ത് രസമല്ലേ കാണാനായിട്ട്. നമ്മൾ ഒരുപാട് നേരം നമ്മൾ സ്പെൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ. ശരിക്കും ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഈ ഒരു മരങ്ങളും അതുപോലെ തന്നെ മുതലമാട് എന്നുള്ള പഴയ നെയിം ബോർഡൊക്കെ കാണാനൊരു ഭംഗി ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. 3 പ്ലാറ്റ്ഫോം അല്ല, 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ കേട്ടോ. ഇവിടെ മുതലമട എന്നുള്ളൊരു നെയിം ബോർഡ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ്. ആ മരങ്ങളൊക്കെ കാണാൻ എന്താ ഭംഗി എന്നറിയോ. കറക്റ്റ് നമ്മളെ ക്യാമറയിലേക്കാണ് സൂര്യപ്രകാശം അടിക്കുന്നത് കേട്ടോ. ഈ ഒരു മരങ്ങളൊക്കെ കാണാൻ എന്താ ഭംഗി. ഈ മരങ്ങൾ അതേപോലെ ഈ നിലനിർത്തിയിട്ടാണ് ഈ ഇലക്ട്രിഫിക്കേഷൻ വർക്കൊക്കെ നടത്തിയത്. അതുകൊണ്ടാണ് ഇന്നും ഈ ഒരു മുതലമട സ്റ്റേഷനിലേക്ക് നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ് ആയാലും അതുപോലെ തന്നെ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആൾക്കാരായാലും ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത്രയും കാമായിട്ടുള്ളൊരു സ്റ്റേഷൻ വേറെ എവിടെ ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേഷൻ. നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ മയിൽ കരയുന്ന ഒച്ചയൊക്കെ നമുക്ക് കാണാം കേട്ടോ. മയിലിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് ഇവിടുന്ന് കേൾക്കാം. കാരണം ഫുൾ നെൽപ്പാടങ്ങളാണല്ലോ. ഇതാണ് ഒരു മെയിൻ എൻട്രൻസ് വരുന്നത്. നമ്മളെത്ര ഷൂട്ട് ചെയ്താലും മതി വരില്ല കേട്ടോ. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്റ്റേഷൻ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ അധിക നേരമൊന്നും ഇവിടെ ചിലവഴിക്കുന്നില്ല കേട്ടോ. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് കേട്ടോ. കണ്ടില്ലേ, ഒരേ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ ഇവിടെ സ്റ്റോപ്പ്. ഇനി ഇവിടെ സ്റ്റോപ്പുള്ള വണ്ടി രാത്രി 8:30-ക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടുന്ന് നടക്കാനുള്ളൊരു ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ മുതലമട ടൗൺ ഭാഗത്തേക്ക്. അപ്പോൾ സ്റ്റേഷൻ്റെ കാഴ്ചകളൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. ഇതൊരു ചെറിയൊരു സ്റ്റേഷനാണ്. കണ്ടില്ലേ, മുതലമട എന്ന് എഴുതിയിട്ടുള്ളൊരു ബോർഡൊക്കെ ഉണ്ട്. ചെറിയൊരു സ്റ്റേഷനാണ്. അപ്പോൾ ഇനി നമുക്കിതാ ഈ ഒരു വഴിയാണ് ടൗൺ ഭാഗത്തേക്ക് പോകേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റേഷൻ്റെ പുറമേ ഉള്ളൊരു കാഴ്ച. ഇവിടെയൊക്കെ ഒരു കടയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊന്നും ഓപ്പൺ അല്ല. ഈ ഒരു സ്റ്റേഷൻ്റെ മൊത്തത്തിലുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേ പോയിട്ട് ഇവിടെ ലെഫ്റ്റിലേക്കൊരു കട്ടിങ് ഉണ്ട് കേട്ടോ. ഈ ഒരു ലെഫ്റ്റ് കട്ട് ചെയ്തിട്ടാണ് പോകേണ്ടത് കേട്ടോ. അതായത് ഈ മുതലമട സ്റ്റേഷനിൽ നിന്ന് 200 മീറ്റർ മാത്രമേ ഉള്ളൂ ബസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്തേക്ക് കേട്ടോ. അടുത്തടുത്തൊക്കെ വീടുകളുണ്ട്. ഇനിയിപ്പോൾ നേരെ പോയിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യണം. ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് റൈറ്റിലേക്ക്, അങ്ങനെയാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ നടന്ന് വരുമ്പോൾ, അതായത് ഇതിലെ കയറി വരുമ്പോൾ ഉണ്ടല്ലോ, സ്റ്റേഷനിൽ നിന്ന് കയറി വരുമ്പോൾ
ഇതുപോലൊരു സ്ഥലത്തെത്തും. എന്നിട്ട് നമുക്കിതാ ഈ ഒരു ലെഫ്റ്റ് കട്ട് ചെയ്തിട്ടാണ് പോകേണ്ടത്. ഇതിൽ നേരെ പോകുമ്പോൾ ഒരു മെയിൻ റോഡിലെത്തും കേട്ടോ. ഇവിടെ നിന്ന് ഇനി നമുക്ക് റൈറ്റാണ് പോകാനുള്ളത്. ഇവിടെ നിന്ന് ഇനി നമുക്ക് റൈറ്റാണ് കേട്ടോ പോകാനുള്ളത്. ഇതുപോലത്തെ ഒരു മെയിൻ റോഡിൽ മുട്ടും, നേരെ റൈറ്റിലേക്കാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു മുതലമട എന്ന് പറയുന്ന ചെറിയൊരു അങ്ങാടി കേട്ടോ. വലിയൊരു ടൗണൊന്നല്ല, ചെറിയൊരു അങ്ങാടിയാണ് ഈ ഒരു മുതലമട എന്ന് പറയുന്നത്. ഇവിടെയായിട്ട് ഹോട്ടലും അങ്ങനത്തെ ചെറിയ ചെറിയ കടകളൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇനി ബസ്സിൽ കയറാം കേട്ടോ. അപ്പോൾ നമ്മളിതാ മുതലമടയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വന്ന അപ്പം തന്നെ നമുക്കൊരു ബസ് കിട്ടി. അപ്പോൾ നമ്മൾ നേരെ പാലക്കാടേക്ക് പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് പാലക്കാട് എത്തിയിട്ട് അങ്ങനെ ഇതാ മുതലമട സ്റ്റേഷൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിതാ അപ്പോൾ ഒലവക്കോട് എത്തിയിരിക്കുകയാണ്. പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പം പാലക്കാടിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ദിവസം മറ്റൊരു കാണാം. അതുവരയ്ക്കും ബൈ.